അതെ, വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് റീഡിങ് ഇഷ്ടമുള്ള പിള്ളേർക്ക് എന്തായാലും കുറച്ച് പുസ്തകങ്ങളൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം മുത്തിനെ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ തൊട്ട് നമ്മൾ ട്വിങ്കിളും മാജിക് പോട്ടൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ 2ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞവനെ ഹാരി പോട്ടറിൻ്റെ പുസ്തകങ്ങൾ വേണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഹാരി പോട്ടർ മേടിച്ചു കൊടുക്കാൻ നോക്കി. അപ്പോൾ ആദ്യം ആമസോണിൽ നോക്കിയപ്പോൾ അതിൻ്റെ തന്നെ ഒരു സീരീസ് ഓഫ് ബുക്സ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ആ ഫുള്ള് ബുക്ക് മേടിച്ചിട്ട് ആദ്യത്തെ ബുക്ക് തന്നെ ഇവൻ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ പൈസ പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ ബുക്ക് നമ്മൾ അടുത്തുള്ള ബുക്ക് സ്റ്റോളിൽ പോയി നോക്കിയപ്പോൾ അതിന് കറക്റ്റ് MRP ആണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആമസോണിൽ നോക്കിയപ്പോൾ കുറച്ച് പൈസ കുറവുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആമസോണിൽ നിന്നാണ് ഈ ബുക്ക് വാങ്ങിയത്. പിന്നെ ഇത് വായിച്ചു കഴിഞ്ഞ് ഇവന് ഇഷ്ടമാണ്, ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അടുത്ത ബുക്ക് തപ്പി നോക്കിയപ്പോൾ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിട്ടോ. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ആമസോണിലെ ബുക്കിൻ്റെ വിലയും മീഷോൻ്റെ ബുക്കിൻ്റെ വിലയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം ഞാനിത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബുക്ക്. ഈ ഫസ്റ്റ് ബുക്കിന് ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് പറയുന്നത് ആമസോണിൽ 370 രൂപയാണെങ്കിൽ മീഷോയിൽ 140 രൂപയാണ്. അതേപോലെ സെക്കൻഡ് ബുക്ക് ദ ചേംബർ ഓഫ് സീക്രട്സ് എന്നുള്ളത് ആമസോണിൽ 240 രൂപ 330 രൂപയ്ക്കൊക്കെയാണ്. ഇത് മീഷോയിൽ 125 രൂപയ്ക്കാണ് കേട്ടോ. അതേപോലെ ദ തേർഡ് വൺ 390 399 രൂപയ്ക്കൊക്കെയാണ് ആമസോണിൽ കൊടുക്കുന്നത്. ഇത് മീഷോയിൽ 145 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇവൻ്റെ ഉള്ളതിലത്തെ ലാസ്റ്റ് വേണ്ടാണ് ഇത് കോബ്ലറ്റ് ഓഫ് ഫയർ. ഇത് 481 രൂപയാണ് ആമസോണിൽ. ഇത് മീഷോയിൽ 178 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് ബുക്ക് വാങ്ങുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് വാങ്ങിക്കാം. മീഷോയിൽ നല്ല വില കുറവുണ്ട്. ക്വാളിറ്റിയിലും വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി എല്ലാ ബുക്കിനും. ഇപ്പം ഞാൻ മീഷോന്ന് മേടിച്ച ഈ 3 ബുക്കിനും ഉണ്ട്, ആമസോണിൽ നിന്ന് മേടിച്ചതിൻ്റെ അതേ ക്വാളിറ്റി തന്നെ ഈ 3 ബുക്കിനും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവൻ ഇതൊക്കെ വായിച്ചിട്ടുണ്ടോയെന്ന് നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാനിതിൽ ഇവൻ വായിച്ചു കഴിഞ്ഞോ, ഇവനെ വല്ലത് മനസ്സിലാവുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു റാൻഡംലി ഒരു ബുക്ക് ഞാൻ സെലക്ട് ചെയ്യും. എന്നിട്ട് അതൊന്ന് കുറച്ച് ലൈൻസ് വായിച്ചു കൊടുക്കും. അപ്പോൾ അവൻ ഇതിൽ ഏത് ബുക്കാന്ന് പറയണം, പറയാമോ? അപ്പോൾ നമുക്ക് നോക്കാം. നീ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നേ. ഞാൻ ഇതൊന്നൊരു ബുക്ക് എടുക്കാം കേട്ടോ. Imagine if Moody turned shape into a horned road, said Ron, his eyes misting over, and bounced him all around his dungeon. ഏതാ? സൂപ്പർ.